വാസിത്തി എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള ഒരു പോലീസ് മേധാവിയാണ് അദ്ദേഹം. ഇബ്നുൽ മുഹ്തസിം അവിടെയുള്ള ജനങ്ങളോടൊക്കെ പ്രചരിപ്പിച്ചു നടക്കുന്നു. മഹാനായ ശൈഖ് റിഫാഇ എന്ന് പറയുന്ന നിങ്ങൾ വലിയ സംഭവമായി കാണുന്ന ആ വ്യക്തി, അവര് ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ വരുന്നവരെല്ലാം അവര് അഹ്ലു ബൈത്ത് അല്ല എന്ന് പറഞ്ഞ് സനദിനെ അങ്ങോട്ട് പരിശോധിച്ചു. മഹാനായ ശൈഖ് റിഫാഇ തങ്ങളുടെ ശിഷ്യനാകുന്ന അബുൽ ഫളൽ എന്നവരിത് കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്! ഞങ്ങളുടെ ഉസ്താദായ ഞങ്ങളുടെ ശൈഖായ റിഫാഇ ശൈഖ് റസൂലുള്ളാഹിന്റെ പരമ്പരയിൽ പെട്ടവരല്ല എന്നോ? ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. വാർത്ത എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് ശൈഖ് റിഫാഇ തങ്ങളുടെ സവിധത്തിൽ എത്തിക്കഴിഞ്ഞു. ഉടനെ മഹാനായ ശൈഖ് റിഫാഇ തങ്ങൾ പറയുന്നു, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, അല്ലാഹു അവന് പുറത്തു കൊടുക്കട്ടെ. കാരണം എന്താ? എനിക്ക് വലിയ വിഷമമൊന്നും ഈ കാര്യത്തിലില്ല. ഞാൻ ഹബീബായ മുത്ത് നബിയുടെ ആ രക്തത്തിൽ നിന്നും പിറന്നവനാണ്. മഹദിയായ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹയുടെ കുടുംബ പരമ്പരയിൽ വരുന്നവരാണ്. അതിലെനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കതിൽ കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്, എന്ത് സംഭവിച്ചെന്നറിയുമോ? ഇബ്നുൽ മുഹ്തസിം ഉറങ്ങിക്കെടുക്കുകയാ. ഉറങ്ങുന്ന സമയത്തിൽ പിറ്റേ ദിവസം അങ്ങ് എഴുന്നേറ്റ് പോയിട്ട് ഇലാ ഹളറത്തി ശൈഖ് റിഫാഇ, നേരം വെളുത്തപ്പോ മഹാനായ റിഫാഇ ശൈഖിന്റെ അടുക്കലേക്ക് ഓടിപ്പോയിട്ട് പറയുന്നു, മാപ്പാക്കണം തങ്ങളെ, എനിക്ക് പുറത്തു തരണം. ഇബ്നുൽ മുഹ്തസിം അറിയാതെ തെറ്റ് ചെയ്തു പോയി. വല്ലാതെ ചെറിയ കുട്ടി കരയുന്നത് പോലെ അദ്ദേഹം വിങ്ങി വിങ്ങി കരയുകയാണ്. ശൈഖ് റിഫാഇ തങ്ങൾ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറയുന്നു, കരയേണ്ടതില്ല. എന്തിനാ കരയുന്നത്? എന്തിനാ സങ്കടപ്പെടേണ്ടത്? ഒരു വിഷമവും വേണ്ട. നിനക്കറിയാതെ സംഭവിച്ചതല്ലേ. എന്താണ് സംഭവമെന്ന് നിങ്ങൾക്കും പിടികിട്ടിയില്ല, അവിടെ നിൽക്കുന്ന ജനങ്ങൾക്കും മനസ്സിലായില്ല. സുബ്ഹാനല്ലാഹ്, ഇബ്നുൽ മുഹ്തസിം ജനങ്ങളിലേക്ക് തിരിഞ്ഞു പറയുന്നു, ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തിൽ വലിയ അത്ഭുതമുണ്ടായി. ഖിയാമത്ത് നാള് സംഭവിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കാണുകയാ. ഖിയാമത്ത് നാള് സംഭവിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, അത് മാത്രമല്ല അത്ഭുതം, ആ ഖിയാമത്ത് നാളിൽ കോടിക്കണക്കിന് ഉമ്മത്തുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഖമീസണിഞ്ഞുകൊണ്ട് അതാ വരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നജ്ദാനിൽ തുന്നിയെടുത്ത ഇബ്രാഹിന്റെ ഖമീസ് അണിഞ്ഞുകൊണ്ട് ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളുടെ വരികയാണ്. ഇങ്ങനെയൊരു സ്വപ്നം ഞാൻ കണ്ടു. ഹബീബായ തങ്ങളുടെ തലയിൽ ലിവാഉൽ ഹംദ് അണിഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് തവണയങ്ങ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നടന്നു വരുന്നത് ആരാണ്? സയ്യിദത്തുനാ ഫാത്തിമത്തു സുഹ്റാ, മഹദിയായ ഫാത്തിമ ബീവി നടന്നു വരുന്നു. പിന്നെയും ഞാൻ സൂക്ഷിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, മഹാനായ റസൂലുള്ളാഹിന്റെ തൊട്ട് വലത് ഭാഗത്ത് നടക്കുന്നത് മഹാനായ സുൽത്താനുൽ ആരിഫീൻ വ സുൽത്താനുൽ ആശിഖീൻ സയ്യിദുനാ അശ്ശൈഖ് റിഫാഇ
റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. ഇത് ഞാൻ കണ്ടപ്പോ വല്ലാതെ അത്ഭുതമായി പോയി. ഞാൻ വലിയ ബേജാറിലാണ്, ജനങ്ങൾ മുഴുവനും വലിയ ബേജാറിലാണ്. ഓരോ ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരെ ഫാത്തിമ ബീവിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്നിലേക്ക് നോക്കുന്നില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ ശൈഖ് റിഫായി തങ്ങളിലേക്ക് നോക്കിയിട്ട് പറയുന്നു, യാ വലദീ, ഓ എന്റെ പിഞ്ചു മകനെ, ഓ എന്റെ അഹ്മദേ, മാ അഅജബ ഹാലു ഹാദിഹി ഹാദർ റജുലി, ഈ പുരുഷന്റെ കാര്യം വലിയ അത്ഭുതമാണല്ലോ. യുൻകിറു നസബക ഇലയ്യ, ഞാനും നീയും തമ്മിലുള്ള കുടുംബ ബന്ധത്തെ നിഷേധിച്ചവനല്ലേ, ഞാനും നീയും തമ്മിലുള്ള കുടുംബ ബന്ധത്തെ നിഷേധിച്ചവനല്ലേ, എന്നിട്ടതാ അവൻ എന്നോട് സഹായം തേടാൻ വന്നിരിക്കുന്നു. ഈ ലോകത്തിലുള്ള സർവ്വ വസ്തുക്കൾക്കും അറിയാമല്ലോ, എന്നിലേക്ക് എത്തണമെങ്കിൽ, എന്നിലേക്ക് ചേരണമെങ്കിൽ അത് നിന്നിലൂടെ അല്ലാതെ കഴിയുകയില്ല. സുബ്ഹാനല്ലാഹ്. ഈ വിഷയം അങ്ങ് കേട്ടപ്പോൾ ഇബ്നുൽ മുഹ്തശിം അങ്ങ് കരഞ്ഞുപോയി. നേരെ പോകുന്നു മഹാനായ ശൈഖ് റിഫായി തങ്ങളുടെ അടുത്തേക്ക്. അവിടത്തോട് പറയുന്നു, തങ്ങളെ, അറിയാതെ സംഭവിച്ചു പോയതാണ്, അറിയാതെ പറഞ്ഞു പോയതാണ്. ഇബ്നുൽ മുഹ്തശിമിനെ പുറത്തു തരണം തങ്ങളെ. അവിടെയും സാന്ത്വനപ്പെടുത്തുന്നു. മഹാനായ ശൈഖ് റിഫായി തങ്ങൾ പറയുന്നു, വിഷമിക്കേണ്ടതില്ല, ഞാൻ ഫാത്തിമ ബീവിയോട് പറഞ്ഞുകൊള്ളാം, എന്റെ ഉമ്മയോട് ഞാൻ പറയാം. ഉടനെ മഹാനായ ശൈഖ് റിഫായി തങ്ങൾ പറയുന്നു, നിന്നെക്കാളും എന്റെ ഉമ്മക്ക് അവിടുത്തെ മക്കളെ വ്യക്തമായി അറിയുന്നവരാണ്. നിനക്ക് റസൂലുള്ളാഹിന്റെ മക്കളെ അറിയുന്നതിനേക്കാളും എന്റെ ഉമ്മാക്ക് അവിടുത്തെ മക്കളെ വ്യക്തമായി അറിയുന്നതാണ്. അല്ലാഹ് അല്ലാഹ്. മഹാനായ ശൈഖ് റിഫായി തങ്ങൾ ഇബ്നുൽ മുഹ്തശിമിന്റെ കൈപിടിച്ചുകൊണ്ട് ഫാത്തിമ ബീവിയുടെ അടുത്ത് പോകുന്നു. ഫാത്തിമ ബീവി പറയുന്നു, അൽ അദബു മഅ സയ്യിദി അഹ്മദ് റിഫായി. മഹാനായ ശൈഖ് റിഫായി തങ്ങളോട് അദബ് കാണിക്കാതെ നീ എന്റെ അടുത്തേക്ക് വരേണ്ടതില്ല. റിഫായി ശൈഖ് ഒന്ന് കൊണ്ടുപോയപ്പോൾ ഫാത്തിമ ബീവി ഒന്ന് തുറിച്ചു നോക്കി. എന്നിട്ട് പറയുകയാ, എന്റെ പേരക്കുട്ടിയോട്, എന്റെ മകനോട് അദബ് കാണിക്കാതെ എന്റെ അടുത്തേക്ക് വരേണ്ടതില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഇബ്നുൽ മുഹ്തശിം അങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊരു സ്വപ്നത്തെ കുറിച്ച് ജനങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാ. ഉടനെ മഹാനായ ശൈഖ് റിഫായി തങ്ങൾ പറയുന്നു, യഗ്ഫിറുല്ലാഹു ലനാ വലക ഇബ്നുൽ മുഹ്തശിം. ഓ ഇബ്നു മുഹ്തശിമേ, നിനക്കും നമ്മൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. അത് വലിയ വിഷയമാക്കേണ്ടതില്ല, നിന്റെ ഖൽബിലുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു. അതുകൊണ്ട് നിനക്ക് ഏറ്റവും വലിയ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. എന്താണ് ആ ഭാഗ്യമെന്നറിയുമോ? റൂയത്തു റസൂലില്ലാഹ്, ഹബീബായ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ലഭിച്ചുപോയി. എന്തേ ഇങ്ങനെ? കാരണം അഹ്ലു ബൈത്തിനെ കുറിച്ച് അവരുടെ സനദ് നിഷേധിച്ചതിന്റെ പേരിലാ. അഹ്ലു ബൈത്ത് അത് റസൂലുള്ളാഹി